ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ചാർജുകളെ കുറിച്ചാണ്. നമുക്കിനി ഇന്നത്തെ ക്ലാസ്സിൽ ആ ചാർജിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. എന്താണ് ചാർജിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി? ഓർമ്മയുണ്ടോ? എന്താണ്? ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്. രണ്ട് പോസിറ്റീവ് ചാർജുകൾ അടുത്ത് വന്നാൽ അത് റിപ്പൽ ചെയ്യും, എന്നാൽ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും അടുത്ത് വന്നാൽ അത് അട്രാക്ട് ചെയ്യും. അപ്പൊ എന്താണ് ഈ അട്രാക്ഷനും റിപ്പൽഷനും എന്ന് പറയുന്നത്? അട്രാക്ഷനും റിപ്പൽഷനും എന്ന് പറയുന്നത് ബലമാണ്, ഫോഴ്സ് ആണ് അല്ലെ? അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിപ്പൽസീവ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഇതുപോലെ +1 പഠിച്ചിട്ടുണ്ട്, ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. 2 മാസുകൾ എടുത്തു, M1 ഉം M2 ഉം. അത് ആ ഡിസ്റ്റൻസ് അകലത്തിലിരിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 2 മാസുകൾ തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നുണ്ട്. ആ ആകർഷണ ബലം എന്ന് പറയുന്നത്, അതിന്റെ വില എന്ന് പറയുന്നത് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M1 ആൻഡ് M2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² എന്നാണ്. ഇപ്പൊ എന്താണ്? 2 മാസുകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് ആ വസ്തുക്കളുടെ മാസിന്റെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവർ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമാണ്. അപ്പൊ എന്താണ്? ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു M1 ആൻഡ് M2. ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/R². നമ്മൾ ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ F പ്രൊപ്പോർഷണൽ M1 M2 R². അപ്പൊ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് G ആണ്. ആരാണ് ഈ G? ഇതിന്റെ പേരാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 6.67 into 10⁻⁻11. അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ എന്നാണ്. എന്താണ് ഈ ജിയുടെ പ്രത്യേകത? ഇതൊരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. അതായത് ഈ പറയുന്ന 2 മാസുകൾ ഏത് മീഡിയത്തിലിരുന്നാലും, വെള്ളത്തിലിരുന്നാലും എയറിലിരുന്നാലും, ഇതിനിടയിൽ ഏത് മീഡിയം ഉണ്ടെങ്കിലും ഈ ജിക്ക് ഒരിക്കലും മാറ്റം വരുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ യൂണിവേഴ്സൽ ലോ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ ജിക്ക് ഒരിക്കലും വ്യത്യാസം വരുന്നില്ല. അപ്പൊ ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും 2 വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് അവയുടെ മാസിന്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും നേരനുപാതത്തിലും അവർ തമ്മിലുള്ള അകലത്തിന്റെ സ്ക്വയറിന് ആ വിപരീത അനുപാതത്തിലുമാണ്. അങ്ങനെയാണ് നമ്മൾ ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ചത്. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഈ ടോപ്പിക്. +1 കഴിഞ്ഞ വർഷം ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഫോഴ്സിന്റെ പ്രത്യേകത, ഇത് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഈ യൂണിവേഴ്സിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ കുറിച്ചാണ്. ചാർജുകൾക്കിടയിലുള്ള ബലം, ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ്. അപ്പൊ ഇത് കണ്ടെത്തിയത് കൂളൂംബാണ്. അപ്പൊ ഇതിന്റെ പേര് കൂളൂംസ് ലോ എന്നാണ്. ഇതില് ഗ്രാവിറ്റേഷനിൽ നമ്മൾ 1/R² വന്നതുപോലെ ഇവിടെയും ഒരു 1/R² വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പഠിക്കേണ്ട ഹെഡിങ് ശരിക്കും കൂളൂംസ് ലോ ആണ്. കൂളൂംസ് ലോയിൽ നമ്മൾ പഠിക്കുന്നത് 2 ചാർജുകൾക്കിടയിലുള്ള ബലമാണ്, ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ്. അപ്പോൾ നമ്മുടെ ഫിഗറിൽ ഞാൻ 2 പോസിറ്റീവ് ചാർജുകളെ വരച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് Q1, രണ്ടാമത്തെ ചാർജ് Q2. അവർ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് R ആണ്. അപ്പൊ നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എഴുതിയതുപോലെ നമുക്ക് പറയാം ഈ 2 ചാർജുകൾക്കിടയിലുള്ള ബലം, 2 ഒരേ ചാർജ് ആയതുകൊണ്ട് അവ റിപ്പൽ ചെയ്യുകയായിരിക്കും, വികർഷിക്കുകയായിരിക്കും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ആ 2 ചാർജുകളുടെ പ്രോഡക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും, അതായത് Q1 into Q2. അതുപോലെ അവർ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമാണ്. മനസ്സിലായോ? ഇപ്പൊ 2 ചാർജുകൾ എടുത്തു, Q1 ഉം Q2 ഉം. അവർ തമ്മിൽ R ഡിസ്റ്റൻസ് അകലത്തിലിരിക്കുകയാണ്. ആ 2 ചാർജുകൾ പരസ്പരം വികർഷിക്കുന്നുണ്ട്. ആ ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 ആൻഡ് Q2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² എന്നാണ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതി F ഈസ് പ്രൊപ്പോർഷണൽ Q1 Q2
ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഞാനൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ഉപയോഗിച്ച കോൺസ്റ്റന്റ് കെ എന്നാണ്. ആ കെയുടെ പ്രത്യേകത, ആ കെയെ വിളിക്കുന്ന പേര് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്നാണ്. ഇതിന്റെ പ്രത്യേകത ഇത് എല്ലാ മീഡിയത്തിലും ഒരു കോൺസ്റ്റന്റ് അല്ല. എയറിനകത്ത് ഈ കെക്ക് ഒരു ഫിക്സഡ് വാല്യൂ ഉണ്ട്. വാട്ടറിനാണെങ്കിൽ വാട്ടറിനകത്താണ് രണ്ട് ചാർജുകൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ വേറൊരു വാല്യൂ ആണ്. അപ്പോൾ കെ എന്ന് പറയുന്നത് എല്ലാ മീഡിയത്തിലും എന്താണ് സെയിം അല്ല, ഓരോ മീഡിയത്തിലും അത് ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കൂളോംസ് ലോ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ലോ അല്ല. ചില കണ്ടീഷൻസ് ഒബേ ചെയ്തുകൊണ്ട് മാത്രം, ചില കണ്ടീഷൻസിനെ ഒബേ ചെയ്തുകൊണ്ട് മാത്രമേ ആ ഈ ഫോഴ്സിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കൂളോംസ് ലോ. അപ്പോൾ കൂളോംസ് ലോയുടെ ഡെഫിനിഷൻ എന്താണ് എന്ന് ഞാൻ അടുത്തതായിട്ട് നിങ്ങളടുത്ത് പറയാം. ഞാൻ ആദ്യം ഇക്വേഷനാണ് റെപ്രസെന്റ് ചെയ്തത്, മനസ്സിലായല്ലോ. രണ്ട് ചാർജുകൾക്കിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സാണ് കൂളോംസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ആ രണ്ട് ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡിന്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും അവർ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമാണ്. ഓക്കെ, therefore F is proportional to Q1 into Q2 divided by R square. F is equal to K Q1 Q2 divided by R square. അപ്പോൾ ഇതാണ് കൂളോംസ് ലോ. നമ്മൾ നേരെ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷന്റെ ഡെറിവേഷനിലേക്കാണ് പോയത്. നമുക്ക് ഇക്വേഷനെ അടിസ്ഥാനമാക്കി കൂളോംസ് ലോയെ നമുക്ക് അടുത്തതായിട്ട് കൂളോംസ് ലോ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കൂളോംസ് ലോയുടെ ഡെഫിനിഷൻ എന്താണ് എന്ന് നോക്കാം. എന്താണ് കൂളോംസ് ലോ? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്, രണ്ട് ചാർജുകൾക്കിടയിൽ ഉണ്ടാകുന്ന ബലം. എന്താണ് ആ ബലത്തിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ. അപ്പോൾ അട്രാക്ഷനും ഉണ്ട് റിപ്പൽഷനും ഉണ്ട്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജസ്. എന്താണ് ഈ പോയിന്റ് ചാർജസ് എന്ന് പറയുന്നത്? പോയിന്റ് ചാർജിന്റെ പ്രത്യേകത, രണ്ട് ചാർജുകളുണ്ട്. ഈ രണ്ട് ചാർജുകൾ Q1 Q2, അത് രണ്ട് പോയിന്റുകളാണ്. ഈ ചാർജിന്റെ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടേക്കൺ ആസ് 0 ബട്ട് ഇറ്റ് ഈസ് ഹാവിംഗ് സം ചാർജ്. ഈ ചാർജിന് ചെറിയ വിലയുണ്ട്, അതാണ് Q1ഉം Q2ഉം. പക്ഷേ സൈസിന്റെ ചാർജ് വളരെ ചെറുതാണ്. അങ്ങനെയുള്ള ചാർജിനെയാണ് നമ്മൾ പോയിന്റ് ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷനെ പഠിച്ചു. നമ്മൾ എടുക്കുന്നത് എർത്തും മൂണും ആയിരുന്നു. എർത്ത് എന്ന് പറയുന്നത് ഭയങ്കര വലിയ മാസമുള്ളതാണ്, മൂണിനും അതുപോലെ മാസമുണ്ട്. പക്ഷെ നമ്മള് ഫിഗർ വരച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? M1, ഇതൊരു പോയിന്റ് മാസാണ്. ഇതാണ് എത്ര? M2. ഇവർ തമ്മിലുള്ള അകലം എത്ര? 6. F is proportional M1 M2 by R square. മനസ്സിലായോ? അപ്പൊ അതുപോലെ നമ്മുടെ ചാർജ് എന്ന് പറയുന്നത് മാസ് സൈസ് വളരെ ചെറുതാണ്, വലിപ്പം കുറവാണ്, വലിപ്പം ഇല്ല, രണ്ട് പോയിന്റുകളാണ്. പക്ഷെ ആ ചാർജിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ചെറിയ വിലകളുണ്ട്. അത് Q1ഉം Q2ഉമാണ്. നമുക്ക് ഡെഫിനിഷനിലേക്ക് വരാം. The force of attraction or repulsion between 2 point charges is directly proportional to the product of Q1 and Q2. ആരാണ് Q1 and Q2? The magnitude of two charges. ഈ രണ്ട് ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ്, the product of magnitude of two charges, and inversely proportional to the square of the distance between them. ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള അകലത്തിന്റെ സ്ക്വയർ വർഗത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, വിപരീത അനുപാതത്തിലാണ്. അപ്പോൾ ഇതാണ് കൂളോംസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കൂളോംസ് ലോ? The force of attraction or repulsion between 2 point charges is directly proportional to the product of the magnitudes of two charges and inversely proportional to the square of the distance between them. ഓക്കെ, അപ്പൊ നോക്കിയേ, നമ്മൾ രണ്ട് ചാർജ് എടുത്തു, Q1 Q2. ഇത് എന്ത് ചാർജുകളാണ്? പോയിന്റ് ചാർജുകളാണ്. ഇവർ തമ്മിലുള്ള അകലം എത്രയാണ്? 6. ഈ ചാർജുകൾക്കിടയിൽ എന്ത് അനുഭവപ്പെടുന്നുണ്ട്? ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ആ ഫോഴ്സ് എങ്ങോട്ടാണ്? ഈ പോസിറ്റീവ് ഇതിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഈ പോസിറ്റീവ് ചാർജിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. അതുപോലെ നമ്മുടെ രണ്ടാമത്തെ ചാർജ് ഈ Q2 എന്ന് പറയുന്ന ചാർജ് ഇതിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. അപ്പൊ എന്താണ്? രണ്ടും പോസിറ്റീവ് ചാർജുകൾ ആയതുകൊണ്ട് റിപ്പൽ ചെയ്തു. ഇനി ഒരു ചാർജ് പോസിറ്റീവും ഒരു ചാർജ് നെഗറ്റീവുമാണ്. ഇവർ തമ്മിലുള്ള അകലം 6ആണ്. ചാർജ് Q1ഉം Q2ഉം ആണെങ്കിൽ Q1 Q2വിനടുത്തേക്ക് ആകർഷിക്കപ്പെടും. F ഈ Q2 Q1അടുത്തേക്ക് ആകർഷിക്കപ്പെടും. കണ്ടോ, അവിടെ നമ്മൾ അട്രാക്ഷൻ ആണ്. അപ്പോ
ലൈക്ക് ചാർജസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. അതുകൊണ്ടാണ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ആൾവേസ് അട്രാക്റ്റീവ്. രണ്ട് വസ്തുക്കൾ തമ്മിൽ ആകർഷണ ബലം മാത്രമേ ഉള്ളൂ, അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ ഗ്രാവിറ്റേഷനിൽ. എന്നാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൽ രണ്ട് രീതിയിലുള്ള ചാർജുകളുണ്ട്, പോസിറ്റീവും നെഗറ്റീവും ഉള്ളത് കൊണ്ട് അവർ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഉണ്ട്, ഫോഴ്സ് ഓഫ് റിപ്പൽഷനും ഉണ്ട്. ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കണക്കാക്കാൻ ഒരു സമയം ഏതെങ്കിലും രണ്ട് ചാർജുകൾ മാത്രമേ എടുക്കാം. അവർ തമ്മിലുള്ള അകലവും ആ രണ്ട് ചാർജുകളുടെയും മാഗ്നിറ്റ്യൂഡ് Q1 ഉം Q2 ആണ്. അവർ തമ്മിലുള്ള അകലം R ആണ് എങ്കിൽ നമുക്ക് എഴുതാം F പ്രൊപ്പോർഷണൽ Q1 × Q2. എന്താണ് ഇതിന്റെ അർത്ഥം? ചാർജിന്റെ വില കൂടിയാൽ ഫോഴ്സ് കൂടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരം കൂടുമ്പോൾ ഫോഴ്സ് കുറയും. അപ്പൊ ചാർജുകളുടെ പ്രത്യേകത, ചാർജ് എന്ത് ചെയ്യണം? രണ്ട് ചാർജുകൾ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാവൂ ഒരേ സമയം. ഒരുപാട് ചാർജുകൾ ഇരിക്കുകയാണെങ്കിലും ഏതെങ്കിലും രണ്ട് പോയിന്റ് ചാർജുകൾക്കിടയിൽ ഇരിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ എന്ന് പറയുന്നത് F is proportional to Q1 Q2 by R square എന്നാണ്. F is equal to a constant K into Q1 Q2 by R square. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കൂളംസ് ലോയിലേക്ക് വരാം. ഓക്കെ, ഇത് Q1, ഇത് Q2, ഇത് R ഡിസ്റ്റൻസ് അകലത്തിലിരിക്കുകയാണ്. രണ്ട് പോസിറ്റീവ് ചാർജുകളാണ്. അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്യുന്നു. അപ്പൊ ഇതാണ് ആ റിപ്പൽസീവ് ഫോഴ്സ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എഴുതി F is proportional Q1 Q2 by R square. കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. F is equal to K Q1 Q2 by R square. അപ്പൊ ഈ K എന്ന് പറയുന്ന കോൺസ്റ്റന്റ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. അപ്പോ ഈ രണ്ട് ചാർജുകൾ എയറിലാണ് ഇരിക്കുന്നത് എങ്കിൽ ആ കെയുടെ വാല്യൂ നമ്മുടെ SI സിസ്റ്റത്തിൽ മെഷർ ചെയ്തിട്ടുണ്ട്. ആ K എന്ന് പറയുന്നത് 1/4πε0 എന്നാണ്. പിന്നെ വായിക്കുന്നത് എപ്സിലോൺ എന്നാണ്. ഒരു ഗ്രീക്ക് ലെറ്റർ ആണ് എപ്സിലോൺ 0. അപ്പൊ നമ്മൾ കാൽക്കുലേറ്ററിൽ 1 ഡിവൈഡഡ് ബൈ 4 × 3.14 × എപ്സിലോൺ 0യുടെ വാല്യൂ എന്ന് പറയുന്നത് 8.85 × 10⁻⁻12 എന്നാണ്. ഈ വാല്യൂ കാണാതെ പഠിച്ചോളണം. പരീക്ഷയ്ക്ക് പ്രോബ്ലം പാർട്ട് ഉള്ളത് കൊണ്ട് ക്വസ്റ്റ്യന്റെ ആദ്യം തന്നെ സാധാരണ കോൺസ്റ്റന്റുകളെല്ലാം തന്നിരിക്കും. അപ്പൊ മിക്കവാറും തന്നിരിക്കും. ഇല്ല എങ്കിൽ ഒരു മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ കാണത്തില്ല. അപ്പൊ എന്തായാലും ഈ വാല്യൂ കാണാതെ പഠിച്ചിരിക്കണം. ഇതിനെ വിളിക്കുന്ന പേര് എപ്സിലോൺ 0. ഇതിന്റെ പേര് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ്. അപ്പൊ എന്താണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്? പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് മീഡിയത്തെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഈ പറയുന്ന കൂളും ഫോഴ്സ് ചാർജ് ഇരിക്കുന്ന മീഡിയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എയർ ആയതുകൊണ്ട് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്സിലോൺ 0 എന്നാണ്. അതിന് നമ്മൾ 8.85 × 10⁻⁻12 യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളും സ്ക്വയർ ആണ്. അത് നമ്മൾ ഡയമെൻഷൻ വഴി നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഇങ്ങനെ എഴുതുന്നത്. ഇപ്പൊ നിങ്ങൾ യൂണിറ്റ് കാണാതെ പഠിച്ചിരിക്കുക, പഠിക്കാൻ പറ്റുമെങ്കിൽ. ഇല്ലെങ്കിൽ ഈ വാല്യൂ എന്തായാലും കാണാതെ പഠിച്ചിരിക്കണം. ഇതിനെ എപ്സിലോൺ 0 വിളിക്കുന്ന പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8.85 × 10⁻⁻12 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളൂംബ് സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 1/4πε0. നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 9 × 10⁻9 എന്ന് കിട്ടി. അപ്പൊ നമ്മള് രണ്ട് ചാർജുകൾക്കിടയിൽ ഉണ്ടാകുന്ന കൂളൂം ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുകയാണ് എങ്കിൽ അപ്പൊ നമുക്ക് രണ്ട് ചാർജുകൾക്കിടയിൽ ഉണ്ടാകുന്ന ആ കൂളൂം ഫോഴ്സ് എത്രയാണ് എന്ന് ഞാൻ എഴുതും. ഓക്കെ, നോക്കാം. അപ്പൊ നമുക്ക് രണ്ട് ചാർജുകൾ എയറിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കൂളൂം ഫോഴ്സ് കണ്ടെത്താം. F എയർ എന്ന് പറയുന്നത് Kക്ക് പകരം എത്രയാണ്? 1/4πε0 Q1 Q2 by R square. 1/4πε0 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എത്രയാണ്? 9 × 10⁻9 Q1 Q2 by R square. അപ്പൊ പ്രോബ്ലം പാർട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ F എയർ എന്നാണെങ്കിൽ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതണമെന്നില്ല. 9 × 10⁻9 Q1 Q2 by R square എന്ന് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മുടെ ചാർജുകൾ എയറിലല്ല, വാക്വത്തിലല്ല, വേറെ ഏതെങ്കിലും മീഡിയമാണ്. സപ്പോസ് അതൊരു വാട്ടറിനകത്താണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് ചാർജുകൾ ഒരു മെറ്റലിന്റെ രണ്ട് എൻഡുകളിലാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ കെയുടെ വാല്യൂ 1/4πε എന്ന് എഴുതണം. എപ്സിലോൺ 0 അല്ല, പകരം 1/4πε. ഈ എപ്സിലോണിനെ വിളിക്കുന്ന പേര് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. അപ്പൊ എന്താണ്?
ഒരു മീഡിയം ആണ് എങ്കിൽ എയറിലാണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. എത്രയാണ് എഫ് എയർ എന്ന് പറയുന്നത് 9 × 10⁹ Q1 Q2 R². അപ്പൊ അത് സംശയമില്ല. ഇനി എഫ് മീഡിയമാണ്, ഏതെങ്കിലും മീഡിയത്തിലാണ് ചാർജുകൾ സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്കിൽ കെയുടെ വാല്യൂ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് വാല്യൂ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 1/4πε എന്നാണ്. ഇതിനാണ് 1/4πε. എപ്സിലോൺ ഈസ് കാൾഡ് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം. അപ്പൊ എഫ് മീഡിയം എത്ര കിട്ടി? 1/4πε Q1 Q2 R². ഈ പറയുന്ന എപ്സിലോൺ എന്ന് പറയുന്നത് ഓരോ മീഡിയം, അപ്പോ നമ്മൾ പറഞ്ഞു എയർ ആണെങ്കിൽ നമുക്ക് ഒറ്റ ഇക്വേഷൻ കിട്ടി, പക്ഷെ മീഡിയം മാറുമ്പോൾ ഈ എപ്സിലോൺ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് വരും. അത് ചിലപ്പോൾ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിരിക്കും, ഏത് മീഡിയം ആണോ ആ മീഡിയത്തിന്റെ വാല്യൂ തന്നിരിക്കണം. ആ വാല്യൂ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം കണ്ടെത്താൻ പറ്റും. അപ്പൊ കൂളോംസ് ലോ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഡെഫിനിഷൻ എന്താണ്? The force of attraction or repulsion between 2 point charges is directly proportional to the product of the magnitudes of 2 charges and inversely proportional to the square of the distance between them. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരച്ച പടം 2 ചാർജുകൾ വരച്ചു വെക്കുക, ആ ഡിസ്റ്റൻസ് കൊടുക്കുക. F is proportional Q1 Q2 divided by R². F is equal to K Q1 Q2 R². എന്നിട്ട് പറയണം എഫ് എയർ ആണ് എങ്കിൽ 1/4πε0 Q1 Q2 R², 9 × 10⁹ Q1 Q2 R². ഇത്രയുമാണ് കൂളോംസ് ലോ എക്സാമിന് ചോദിച്ചാൽ എഴുതേണ്ടത്. ഇനി എന്താണ് അഡീഷണൽ? നമ്മൾ പ്രോബ്ലം പാർട്ടിലേക്കാണ്. എയർ അല്ലാതെ വേറെ ഏതെങ്കിലും മീഡിയം ചോദിക്കുകയാണെങ്കിൽ എഫ് മീഡിയം എന്ന് പറയുന്നത് 1/4πε0 ഇല്ല, എപ്സിലോൺ എന്നേ ഉള്ളൂ. 1/4πε Q1 Q2 R² എന്ന് എഴുതണം. ഇതാണ് കൂളോംസ് ലോ. അടുത്തത് നമുക്ക് പഠിക്കേണ്ടിട്ട് എന്താണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. എന്താണ് ഡൈഇലക്ട്രിക്? ഡൈഇലക്ട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലേറ്റർ. എന്താണ് ഇൻസുലേറ്റർ? വൈദ്യുതി കടത്തിവിടാത്ത പദാർത്ഥങ്ങളെയാണ് നമ്മൾ കുചാലകങ്ങൾ അല്ലെങ്കിൽ ഇൻസുലേറ്ററുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചാർജ് ഇരിക്കുന്നത് ഏതെങ്കിലും ഡൈഇലക്ട്രിക് മീഡിയം ആണ് എങ്കിൽ ആ മീഡിയത്തെ റെപ്രസെന്റ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അതിന്റെ വേറെ ഫിസിക്കൽ ടൈമാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. നമ്മൾ കേട്ടിട്ടുണ്ട് ഫിസിക്സിൽ ഏത് റിലേറ്റീവ് എന്ന് പറഞ്ഞാലും സെയിം 2 ക്വാണ്ടിറ്റികളുടെ റേഷ്യോ ഡിവിഷൻ ആയിരിക്കും അല്ലെ. നമ്മളിവിടെ റിലേറ്റീവ് വെലോസിറ്റി എന്തിനാണ്? V2/V1. അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പൊ നമ്മൾ അങ്ങനെ റിലേറ്റീവ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സെയിം ആയിട്ടുള്ള 2 ഡിഫറെന്റ് ആയിട്ടുള്ള വസ്തുക്കളുടെ 2 സെയിം ക്വാണ്ടിറ്റീസ് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അതിനൊരിക്കലും ഡയമെൻഷൻ ഉണ്ടാവില്ല. അപ്പൊ അതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. എപ്സിലോണിന്റെ താഴെ ഒരു ആറോടെ കൊടുക്കുക. എപ്സിലോൺ ആണ് അതിന്റെ സിംബൽ. അപ്പൊ ഇത് കഴിഞ്ഞ വർഷത്തെ +2 പരീക്ഷയില് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന്റെ ഉത്തരം എത്രയാണ്? അപ്പൊ ഇതായിരുന്നു ഉത്തരം. എഫ് എയർ ബൈ എഫ് മീഡിയം ആണ് ചോയ്സ്. അതുപോലെ എഫ് മീഡിയം ബൈ എഫ് എയർ, അങ്ങനെ കുറെ സംഭവം കൊടുത്തിട്ടുണ്ട്. ആൻസർ എഫ് എയർ ബൈ എഫ് മീഡിയം ആണ്. അപ്പൊ അറിയാലോ, നമ്മൾ പറഞ്ഞു കൂളോംബ് ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് ഇൻ എയർ. എഫ് എയർ എന്ന് പറയുന്നത് 1/4πε0 Q1 Q2 R² ഡിവൈഡഡ് ബൈ എഫ് മീഡിയം എന്ന് പറയുന്നത് 1/4πε Q1 Q2 R². നമുക്ക് ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാം. 1/4πയും 1/4πയും വെട്ടിപ്പോവും. ഈ Q1 ഉം Q2 ഉം ഈ Q1 ഉം Q2 വെട്ടിപ്പോവും. ഈ R² വെട്ടിപ്പോവും. ഈ 1/4πε0 ഡിവൈഡിങ് ടേം ആയതുകൊണ്ട് താഴെ വരും. ε0 ഇവിടെ വരും. ഈ ആളങ്ങ് മോളിപ്പോവും. അപ്പൊ എത്ര കിട്ടും? ε/ε0. പുസ്തകത്തിൽ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പുസ്തകത്തിനകത്ത് ആകെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉത്തരം ഇത്ര മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. കഴിഞ്ഞത്തെ ക്വസ്റ്റ്യൻ തന്നെ ആപ്ലിക്കേഷൻ ലെവലാണ്. ഇത് എങ്ങനെയാണ് കിട്ടിയത്? എഫ് എയറിനെ എഫ് മീഡിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? കെ കിട്ടും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ല, അതോടെ നമ്മൾ ജനറൽ ആയിട്ട് കെ എന്ന് കൊടുത്തതാണ്. ഈ കെ എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. കെ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു ε/ε0. ഈ ε0 ഒരു കോൺസ്റ്റന്റ് ആണെന്നും അതിന്റെ വാല്യൂ എത്രയാണ് എന്ന് നമുക്കറിയാം. അപ്പോ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനകത്ത് ഒരു 1/4 ഒരു മീഡിയത്തിലെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ 1/4πε വരും. അപ്പൊ ഈ എപ്സിലോൺ കണ്ടെത്താനുള്ള വഴി എന്ത് ചെയ്യുക? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എപ്സിലോൺ കണ്ടെത്താൻ ε0 × k എടുക്കുക, അല്ലെങ്കിൽ ε0 × ε r എടുക്കുക. പ്രോബ്ലം പാർട്ടിൽ ഈ കെയുടെ വാല്യൂ തന്നിരിക്കും. പറഞ്ഞു മനസ്സിലായല്ലോ?
ഇൻ എയറിലാണ് എങ്കിൽ കെയുടെ വില 1. അതുകൊണ്ടാണ് ഉത്തരം എത്ര കിട്ടിയത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കെ എടുക്കാമായിരുന്നു. 1/4πε0 Q1 Q2/r². ഇനി സാധാരണ പ്രോബ്ലം തരുന്നത് വാട്ടർ ആണ്. വാട്ടറിൽ കെയുടെ വില 80 ആണ്. അപ്പോ ഈ എപ്സിലോൺ ഒരിക്കലും നമുക്ക് അറിയില്ല. പ്രോബ്ലം പാർട്ടിൽ എപ്സിലോൺ ഇല്ല. എപ്സിലോണിന് പകരം എത്ര കൊടുക്കണം? K∈0 എന്ന് കൊടുക്കണം. ε0യുടെ വാല്യൂ നമുക്കറിയാം 8.85 × 10⁻⁻12. അതോടൊപ്പം കെയുടെ വാല്യൂ തന്നിരിക്കും. കെ എന്ന് പറയുന്നത് എത്രയാണ്? 80 എന്ന് കൊടുക്കുക. അങ്ങനെയാണ് പ്രോബ്ലം പാർട്ടിൽ നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്താണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി? ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ആരാണ് എപ്സിലോൺ? പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ടു ദി പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയെ ഫ്രീ സ്പേസിന്റെ എയറിന്റെ പെർമിറ്റിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ റേഷ്യോ വെട്ടി പോകുമ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് കിട്ടും. ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പൊ എന്താണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി? ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ permittivity of the medium to the permittivity of free space, that is ε/ε0. അപ്പോൾ നമ്മൾ പ്രോബ്ലം പാർട്ടിൽ ഒരിക്കലും ഈ എപ്സിലോൺ എന്ന് പറയുന്ന വാല്യൂ ഇല്ല. അതിന് പകരം ഒന്നുകിൽ ε0 K∈0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ കൂളൂം ഫോഴ്സിന്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള ആൻസർ നമുക്ക് അടുത്തത് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. രണ്ട് ചാർജുകൾ എയറിലല്ലാതെ വേറെ ഏതെങ്കിലും മീഡിയത്തിൽ ഇരുന്നാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന കൂളൂം ഫോഴ്സിന്റെ വിലയാണ് F. മീഡിയം എന്ന് പറയുന്നത് 1/4πε Q1 Q2/r². നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞായിരുന്നു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K എന്ന് പറയുന്നത് എപ്സിലോണിനെ ε0 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ എപ്സിലോണിന്റെ വാല്യൂ കണ്ടെത്താൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ε0 K എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഈ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? F മീഡിയം എന്ന് പറയുന്നത് 1/4πε0 K Q1 Q2/r². അപ്പൊ എന്താണ് പ്രത്യേകത? ഈ പറയുന്ന 1/4πε0 Q1 Q2/r² എന്ന് പറയുന്ന സംഭവം ആരാണ്? F എയർ ഡിവൈഡഡ് ബൈ K എന്ന് കിട്ടും. അപ്പൊ സാധാരണ നമുക്ക് പ്രോബ്ലം പാർട്ടിലാണ് ഇക്വേഷൻ വരുന്നത്. എഫ് മീഡിയം കണ്ടെത്താൻ നമ്മൾ പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഫസ്റ്റ് പാർട്ടിൽ നമുക്കറിയാം എത്രയാണ് എഫ് എയർ. എഫ് എയറിന്റെ ബേസ് ഇക്വേഷൻ 9 × 10⁻⁹ Q1 Q2/r² എന്നാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. എഫ് മീഡിയം അപ്പൊ പ്രോബ്ലം തന്നു രണ്ട് ചാർജുകൾ എയറിലിരിക്കുകയാണ്. ആ എഫ് എയർ എത്രയാണ്? നമുക്ക് കിട്ടി 9 × 10⁻⁹ Q1 Q2/r². ഇനി ആ രണ്ട് ചാർജുകൾ തന്നെ വാട്ടറിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് എങ്കിൽ എഫ് വാട്ടർ കണ്ടെത്താനാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ എഫ് വാട്ടർ കണ്ടെത്താൻ പറഞ്ഞാൽ ഈ പറയുന്ന എഫ് എയറിനെ വാട്ടറിന്റെ കെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഏത് പ്രോബ്ലം പാർട്ട് വന്നാലും എഫ് എയർ കാണും. എഫ് എയറിനെ കെ. അപ്പൊ ഈ കെ നമുക്ക് അറിയണമെന്ന് പേടിക്കേണ്ട. അത് ക്വസ്റ്റ്യൻ തന്നിരിക്കും. വാട്ടർ ആണ് എങ്കിൽ കെയുടെ വില 80 ആണ്. ഇനി ഏത് മെറ്റലായാലും ഏത് വസ്തു ഏത് മീഡിയം ആയാലും തീർച്ചയായിട്ടും അത് പ്രോബ്ലത്തിൽ സെപ്പറേറ്റ് ചെയ്ത് തന്നിരിക്കും. അപ്പൊ ഇതാണ് കൂളൂംസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് കൂളൂംസ് ലോ അവസാനിപ്പിക്കാം. എന്താണ് കൂളൂംസ് ലോ? രണ്ട് ചാർജുകൾക്കിടയിൽ ഉണ്ടാകുന്ന ബലം അല്ലെ, ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്. എന്താണ് ആ ബലത്തിന്റെ പ്രത്യേകത? അത് അട്രാക്ഷനുമുണ്ട്, റിപ്പൽഷനുമുണ്ട്, ആകർഷണവുമുണ്ട്, വികർഷണവുമുണ്ട്. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ or repulsion between 2 point charges. അപ്പോൾ ഒരു കൺസിഡറേഷൻ ആണ്, ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കൂളൂംസ് ലോയുടെ ലിമിറ്റേഷൻ എന്ന് ചോദിച്ചാൽ ഒരു ലിമിറ്റേഷൻ എന്തിനാണ്? അത് പോയിന്റ് ചാർജുകളായിരിക്കണം. വലിയ ചാർജ് കൺസിഡർ ചെയ്യാൻ പറ്റൂല. ചാർജിന്റെ എക്സ്റ്റൻഷൻ വളരെ കുറവായിരിക്കണം. അത് ലിമിറ്റേഷൻ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യും. അപ്പൊ പറയാം. അപ്പൊ തീർച്ചയായിട്ടും പോയിന്റ് ചാർജസ് എന്ന് പറയണം. കാരണം ഇതൊരു യൂണിവേഴ്സൽ ലോ അല്ല. ഓക്കെ, ഒന്നുകൂടെ പറയാം. എന്താണ്? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ or repulsion between 2 point charges is directly proportional to the product of magnitudes of two charges. ആ രണ്ട് ചാർജുകളുടെയും മാഗ്നിറ്റ്യൂഡ് വിലകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവർ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അവർ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. അങ്ങനെ നമുക്ക് എഴുതാം F = K Q1 Q2/r².
ആർ സ്ക്വയർ. അത് എയറിലാണെങ്കിൽ കെയുടെ വില 1/4πε0. മീഡിയത്തിലാണെങ്കിൽ അത് 1/4πε. ആ എഫ് എയറിനെ എഫ് മീഡിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പൊ എഫ് മീഡിയം എന്നാൽ എന്താണ് അർത്ഥം? എഫ് എയർ കണ്ടെത്തുക. എത്രയാണ് എഫ് എയർ? 9 × 10⁹ Q1 Q2/r² ഡിവൈഡഡ് ബൈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദ മീഡിയം. അപ്പോ ഇതാണ് കൂളോംസ് ലോ. അപ്പൊ കൂളോംസ് ലോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക, കണ്ടിട്ട് ഒരിക്കൽ കൂടി സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കേട്ടു നോക്കുക. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എന്നെ വിളിച്ചറിയിക്കുക. അപ്പോൾ ഇത് നന്നായി പഠിച്ചിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ ബോർഡിൽ എഴുതിയിട്ടതാണ്, നിങ്ങളെല്ലാം കണ്ടു. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ നിങ്ങളിത് പഠിച്ചിട്ട് അടുത്ത ക്ലാസ് ഫിസിക്സ് ക്ലാസ് എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ്. അപ്പൊ വ്യാഴാഴ്ചക്ക് മുമ്പ് നിങ്ങൾ കൂളോംസ് ലോ എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങളുടെ സ്വന്തമായ രീതിയിൽ എഴുതി അതെനിക്ക് അയച്ചു തരണം. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വ്യാഴാഴ്ചക്ക് മുമ്പ് വിളിക്കണം. വ്യാഴാഴ്ച വിളിച്ചിട്ട് ഡൗട്ട് ഉണ്ടെന്ന് പറയരുത്. ഇന്നോ നാളെയോ അത് കണ്ടിട്ട് അടുത്ത ദിവസത്തിന് മുമ്പ് അത് അയച്ചു തരണം. അപ്പൊ എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ